നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മത്സര പരീക്ഷകൾക്ക് സുപ്രധാനമായ ചോദ്യങ്ങൾ വരുന്ന ഒരു അധ്യായമാണിത്. അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതിന് ഒരു മാർക്ക് കിട്ടിയാൽ നമുക്ക് ടോപ്പ് റാങ്കിലെത്താം. ഒരു മാർക്കിന് വിലയുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ബേസിക് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. 2-3 ക്ലാസ് കൊണ്ടേ ഇത് എക്സ്പോണൻസ് എന്ന് പറയും, അത് തീരുകയുള്ളൂ. അതുകൊണ്ട് ഓരോന്നും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കൃത്യംഗങ്ങൾ, അതായത് എക്സ്പോണൻസ്. a⁻0 = 1 ആണ്. എ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഖ്യയാകാം. അതിന് റേസ്റ്റ് 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും എപ്പോഴും. അതിന്റെ എക്സാമ്പിൾ ആദ്യം ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, 2 എന്ന സംഖ്യ, എക്ക് വരെ 2 എന്നുള്ള സംഖ്യ, 2⁻0. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? കണ്ടോ, അങ്ങനെ ഏത് സംഖ്യ വന്ന് റേസ്റ്റ് 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. ആൻസർ ഇപ്പോൾ 1 നോക്കുക, കണ്ണു അടിച്ച് നമ്മൾ ഇത് കാണാതെ പഠിച്ചു വെക്കണം, അല്ലാതെ പറ്റില്ല. നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ a⁻0 = 1. PC പരീക്ഷകൾക്ക് പല ചോദ്യ പേപ്പറിലും കാണാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അത് ഇതുണ്ടോ, 3⁻0 എത്രയായിരിക്കും ആൻസർ? 3 എഴുതി വെക്കരുത്. എത്രയാണ് ആൻസർ? ഏതായാലും 1 ആയിരിക്കും, 1 അല്ലേ? ഇപ്പൊ നോക്കിയേ, 522⁻0 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. എത്ര ആയിക്കോട്ടെ സംഖ്യ, എക്ക് പകരം ഏത് സംഖ്യ ആയിക്കോട്ടെ, ആൻസർ 1 ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക, ഒന്നാമത്തെ കാര്യം. അപ്പം ഇതുണ്ടോ, ഇത് നമ്മൾ പഠിച്ചു. a⁻0 = 1 എന്നുള്ളതനുസരിച്ച് നമുക്ക് ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം 1 എന്ന് എഴുതാം. 2⁻0 = 1, 3⁻0 = 1. അത് പഠിച്ചല്ലോ. ഇനി അടുത്തത് ഇവിടെ 0 ആയിരുന്നു. a⁻1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? എ ആയിരിക്കും. ഈ എ തന്നെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ നോക്കാം, അതിന്റെ എക്സാമ്പിൾ നോക്കിയേ. 6⁻1 കേട്ടോ, a⁻1 എക്ക് വരും, ഇവിടെ 6 ആണ്. 6⁻1 എന്ന് പറഞ്ഞാൽ a⁻1 ആൻസർ എത്രയാണ്? എ അല്ലേ? അപ്പോൾ 6⁻1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 ആയിരിക്കും, അല്ലേ? എ എഴുതിയാൽ മതിയെന്നല്ലേ? അതുകൊണ്ട് എയുടെ സ്ഥാനത്ത് ഇവിടെ 6 ആണ്, ഉത്തരം 6 ആയിരിക്കും. അപ്പോൾ 150⁻1 എന്ന് പറഞ്ഞാലോ, ഒന്ന് നോക്കണ്ട, എത്രയായിരിക്കും? 150 ആയിരിക്കും, അല്ലേ? ആണോ? അപ്പം a⁻0 എങ്ങനെ എഴുതണമെന്ന് പഠിച്ചു, a⁻1 എങ്ങനെ എഴുതണമെന്ന് പഠിച്ചു. എക്ക് വരും പല സംഖ്യകളാകാം. അടുത്തതോ, a⁻m × a⁻n എന്ന് വന്നാൽ, കാരണം m n, a⁻m ഈ സംഖ്യകൾ ഒന്ന് തന്നെയാണ്, എ ആണ്, അല്ലേ? അതിന്റെ a⁻m വരും, a⁻n വന്നാൽ എന്ത് ചെയ്യണം? a⁻m + n. ഈ എമ്മും എന്നും കൂടെ പ്ലസ് ചെയ്താൽ മതി. അതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ, എ എന്ന് 5 വെച്ചു. ഇവിടെ എ തന്നെ, ഇതുണ്ടോ, a⁻2, ഇവിടെ ⁻3. കണ്ടോ, ഇവിടെ m n, എമ്മിന്റെ സ്ഥാനത്ത് ഇവിടെ 2, എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ 3. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഈ എമ്മും എന്നും കൂടെ കൂട്ടിയാൽ മതി എന്നല്ലേ? അതേപടി എഴുതുക, 5 അതേപടി എഴുതി. ഇത് m, ഇത് n ആയിട്ട് എടുക്കുവാണെങ്കിൽ 2 + 3, അല്ലെ? ഇങ്ങനെ കൂട്ടിയാൽ മതി എന്നല്ലേ, m + n. അപ്പം അത് കൂട്ടി എഴുതുമ്പോൾ എത്ര വരും? 5⁻3 2 എത്രയാണ്? 5. അത് കൂട്ടി നിങ്ങൾക്ക് എഴുതാലോ. അപ്പോൾ a⁻m × a⁻n ആണോ? അങ്ങനെ വന്നാൽ a⁻m + n ഇൻറ്റു വന്നാൽ പ്ലസ് ചെയ്യണം. എന്നിട്ട് 5 അതേപടി എഴുതിയിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി 5⁻5. ആൻസർ ആയില്ലേ? ഇതാകുമ്പോൾ എങ്ങനെ എഴുതുന്നാലും ഇത് 7, ഇത് 7. എ എന്ന് പറയുന്നത് 7 ആണ്. m എത്രയാണ്? 6. അപ്പോൾ 7m + n അല്ലേ? m എത്രയാണ്? 6 പ്ലസ് n എത്രയാണ്? ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 3 ആണ്. അപ്പം 6 3 = 7⁻6 3 എത്രയാണ്? 9. ഇതാണ് ആൻസർ. 7 9 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. 7 × 7 × 7 × 7 അങ്ങനെ എഴുതുന്നത്. അപ്പം 6 3 കൂടെ കൂട്ടി 7⁻9 എന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഇതുമായി, അല്ലേ? ഇത് ചെയ്തു, ഇത് ചെയ്തു. a⁻m × a⁻n = a⁻m + n. അത് നമ്മളിങ്ങനെ പഠിച്ചു വെക്കണം. ഇത് 3 നമ്മൾ ഇക്വേഷൻ പഠിച്ചു, അല്ലേ? ഇനി 4ാമത്തെ പറഞ്ഞു. ഓക്കെ, a⁻m / a⁻n. ഇവിടെ ഇൻറ്റു ആണ്, ഇവിടെ ഡിവിഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? a⁻m - n, അത്രയേ ഉള്ളൂ. ഡിവിഷനാണ് കുറയ്ക്കണം, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ചെയ്യണം എന്ന് ഓർത്താൽ മതി. അപ്പോൾ a⁻m ഭാഗം a⁻n എന്ന് പറഞ്ഞാൽ a⁻m - n, അല്ലേ? അപ്പോൾ നോക്കിയേ, അതിൻ്റെ എക്സാമ്പിൾ ചെയ്യാം. ഇതുണ്ടോ, a 4 ആണ് ഇവിടെ, 2 4. അപ്പോൾ ⁻3 / കേട്ടോ,
4/3/4/2 എന്ന് പറയുമ്പോൾ 4 ഇവിടെ മൈനസ് അല്ലേ ചെയ്യുന്നത്, എമ്മിന്ന് എൻ കുറയ്ക്കണം. ഇത് എം, മുകളിൽ കിടക്കുന്നത് എം, ഇത് എൻ. അപ്പൊ എങ്ങനെ എഴുതും? 3-2. അപ്പൊ 4/3-2 ഈസ് ഈക്വൽ ടു 4 എത്രയാണ്? 1. അപ്പൊ നോക്കിയേ, ഇതിന്റെ ആൻസർ, ലാസ്റ്റ് ആൻസർ എങ്ങനെ എഴുതാം? A1 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? A തന്നെയാ. അപ്പൊ 4/1 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 4 തന്നെയാ അല്ലെ? 4 തന്നെയാ. ഇതെങ്ങനെ വരും? A/m ഡിവൈഡഡ് ബൈ A/n. അങ്ങനെ വന്നാല് എയുടെ സ്ഥാനത്ത് ഇവിടെ 10/8 മൈനസ് n എത്രയാണ്? 6 ഈസ് ഈക്വൽ ടു 10/8 എത്രയാണ്? 2. 10/2 എന്ന് ആൻസർ എഴുതാം. അല്ലെ 10 × 10 100 ആൻസർ അല്ലേ? അപ്പം ലാസ്റ്റ് ഉത്തരം വേണമെങ്കിൽ 100 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ചെറുതായിട്ട് നമുക്ക് 10 × 10 നമുക്ക് ഉത്തരം 100 എഴുതാം. അപ്പോൾ ഇത്രയും ഇത് ഇക്വേഷൻ 4 ഇക്വേഷൻ ആയിട്ടുള്ളൂ. ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം. A0 ഈസ് ഈക്വൽ ടു 1. A1 എന്ന് പറഞ്ഞാലോ A തന്നെ എടുത്തെഴുതിയാൽ മതി അല്ലേ? A/m × A/n ആണ്. എങ്ങനെ എഴുതണം? ഈ എമ്മും എന്നും കൂടെ ആഡ് ചെയ്യുക. m+n, A/m+n. ഇതുണ്ടോ? അതിന്റെ എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അടുത്ത A/m ഭാഗം ഡിവൈഡഡ് ബൈ അല്ലേ? A/n ആണ്. എങ്ങനെ ചെയ്യണം? A/m-n. ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ കൊണ്ടുപോയി കുറച്ചാൽ മതി. അതാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത വീഡിയോ, അടുത്ത ക്ലാസ്സിൽ ഇതിൽ ബാക്കിയുള്ള ഇക്വേഷൻസ് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.